ഇലക്ട്രിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഓടുന്ന. വീട്ടിൽ 4 AC ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട്, അതായത് 10-15,000 രൂപ മാസം കറണ്ട് ചാർജ് വന്നുകൊണ്ടിരുന്ന സാറ് ഇപ്പോൾ 1 രൂപ പോലും കറണ്ട് ചാർജ് അടയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള കറണ്ട് KSEBിക്ക് കൊടുത്ത് കാശുവാക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സബ്സിഡി കിട്ടത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഉള്ള ഒരു ഉത്തരവാണ്. സാറിന് സബ്സിഡി കിട്ടിയല്ലോ? സബ്സിഡി കിട്ടി. ഒരു കുറെ മന്ത്സ് ഉണ്ടായിരുന്നല്ലോ, 1 ഇയർ ഇല്ലായിരുന്നു. ആ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. KSEB എന്നുള്ള പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. നമുക്ക് അറിയത്തില്ലല്ലോ. KSEB എത്ര രൂപ കിട്ടി? എല്ലാ, അതായത് ഫുള്ള് കറണ്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തതിന്റെ ബില്ല് വരുന്നു. ബില്ല് വരുന്നുണ്ട് 100, 150 രൂപ, 200 രൂപ, അതായത് മീറ്റർ ചാർജ്. കേട്ടല്ലോ, 150 രൂപ മീറ്റർ ചാർജ് ആണ്. 1% ഇൻട്രസ്റ്റ് റേറ്റിൽ യാതൊരു ഈടും ഇല്ലാതെ ലോൺ കിട്ടുന്നു. ഇപ്പോൾ ഒരു FDക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 8%, 8.5% ആണ്. ആ ഒരു അവസ്ഥയിലാണ് 7% ഇൻട്രസ്റ്റിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 കിലോവാട്ട് പ്ലാന്റ് വെക്കുന്ന ഒരാൾക്ക് 2 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു നോർമൽ അടിപൊളി ഒരു വീഡിയോ ആണ്. അതായത് ഉണ്ടല്ലോ, സോളാർ, അതായത് നമ്മുടെ ഉണ്ടല്ലോ ഇലക്ട്രിസിറ്റി KSEBിക്ക് കൊടുത്ത് കാശാക്കുന്ന നമ്മുടെ ഒരു സാറിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഉണ്ടല്ലോ, നമുക്ക് 10-15,000 രൂപ കറണ്ട് ബില്ല് വരുന്ന വീടുകളിൽ 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഇലക്ട്രിസിറ്റി എങ്ങനെ ചെയ്യാം, അതേപോലെ തന്നെ നമ്മൾ സോളാർ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ കറണ്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് അതേപോലെ തന്നെ KSEBിക്ക് വിൽക്കുകയും ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കിടിലം വീഡിയോ ചെയ്യാൻ വന്നിരിക്കുക. നമസ്കാരം സാറേ, ഒന്ന് പരിചയപ്പെടുത്തിക്കൂ. ഞാൻ വിപിൻ. നമ്മുടെ ഫേമിന്റെ പേരെന്ന് പറഞ്ഞു? ഫ്യൂച്ചർ എനർജിയുടെ മാനേജിംഗ് പാർട്ണറാണ്. ഞങ്ങളുടെ സ്ഥാപനം കല്ലമ്പലത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്താണ്. അതേമാതിരി നിങ്ങൾക്ക് ആലപ്പുഴയിൽ നൂറിനാട് സ്ഥലത്ത് ഞങ്ങളുടെ ബ്രാഞ്ച് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിന്റെ പേര് എങ്ങനെയായിരുന്നു? സുഗുണൻ സാറ്. അപ്പൊ സാറിന്റെ ദാണ്ട ഈ ഒരു വീട്ടിൽ നമ്മൾ സോളാർ ചെയ്തിട്ടുണ്ട്. സോളാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്ടിലതാ ഇലക്ട്രിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഓടുന്ന. വീട്ടിൽ 4 AC ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട്, അതായത് 10-15,000 രൂപ മാസം കറണ്ട് ചാർജ് വന്നുകൊണ്ടിരുന്ന സാറ് ഇപ്പോൾ 1 രൂപ പോലും കറണ്ട് ചാർജ് അടയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള കറണ്ട് KSEBിക്ക് കൊടുത്ത് കാശുവാക്കുന്നുണ്ടല്ലേ? അപ്പൊ സാറിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാറേ. അപ്പം നമ്മുടെ സാറ് സുഗുണൻ സാറുണ്ട്. സാറേ നമസ്കാരം. വേറെ ഒന്നുമല്ല, ആദ്യം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അവാൻസ ഫ്യൂച്ചർ ഇവരുടെ സർവീസും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? വെരി ഗുഡ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി സാറ് KSEBിക്ക് കൊടുത്ത് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു പേയ്മെന്റ് കിട്ടി, അതിനുള്ള പീരീഡ് ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ സാർ ഇതിപ്പോ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് എത്ര നാളായി? ഇതിപ്പോ ഒരു കഴിഞ്ഞ സെപ്റ്റംബർ 15 മറ്റാണ് കമ്മീഷൻ ആയ പ്ലാന്റ്. 1 ഇയർ കഴിഞ്ഞു. ഓക്കെ, അപ്പം 1 ഇയർ കൊണ്ട് സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് വെരി ഗുഡ് ആണ്. അപ്പം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള എത്ര കിലോവാൾട്ടിന്റെ ആണെന്നും പാനലുകൾ ഏത് കമ്പനികളുടെ ബ്രാൻഡഡ് സാധനമാണ് യൂസ് ചെയ്യുന്നതെന്ന് അകത്ത് പോയി നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു റൂട്ടിൻ ചെക്കപ്പ് ഉണ്ട്. ആൾക്കാർ വന്ന് അവിടെ പാനലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് കിട്ടാത്ത ഒരു സർവീസ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ എൻ്റെ ഒരു പാർട്ടി ഇവിടെ ചെറുന്നൂർ വെച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞ് ചെറുന്നൂർ അവർ വെച്ചിട്ട് എൻ്റെ ഇത് പേയ്മെൻറ്റ് പോലും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ ഒക്കെ ഒരാളുണ്ട്, നീ എന്തിനാ മിണ്ടാതെ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ സബ്സിഡി കിട്ടിയോ? എനിക്ക് കിട്ടി. എത്ര രൂപ ഉണ്ടായിരുന്നു സബ്സിഡി? സബ്സിഡി അന്ന് എനിക്ക് തോന്നുന്നു 5 കിലോവാട്ടിന് 68,000 ആയിരുന്നു. 68,000 ഇപ്പൊ 78 വരെ കിട്ടുന്നുണ്ട്. 3 കിലോവാട്ട് എബോ എല്ലാത്തിനും 78,000 സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പൊ വേറെ ഒന്നുമല്ല, സബ്സിഡി കിട്ടത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഉള്ള ഒരു ഉത്തരവാണ്. സാറിന് സബ്സിഡി കിട്ടിയല്ലോ? സബ്സിഡി കിട്ടി. ഒരു കുറെ മന്ത്സ് ഉണ്ടായിരുന്നല്ലോ, 1 ഇയർ ഇല്ലായിരുന്നു. ആ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. KSEB എന്നുള്ള പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. നമുക്ക് അറിയത്തില്ല. KSEB എത്ര രൂപ കിട്ടി? എല്ലാ, അതായത് ഫുള്ള് കറണ്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തതിന് 8,600 സംതിങ്. അതായത് നമ്മുടെ ഫുള്ള്, അതായത് 4 പിന്നെ AC ഉള്ള വീട്, അതേപോലെ ഫുള്ള് ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യുന്നത്, ഇതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തതിന് ശേഷം 1 വർഷം 8,000 രൂപ സാറിന് കിട്ടുകയും ചെയ്തു. വേറെ ഒന്നുമല്ല, ആവറേജ് ആയിട്ട് 10,000-11,000 രൂപ ആവറേജ് ആയിട്ട് 2 മാസത്തെ കറണ്ട് ബിൽ അടച്ചോണ്ടിരുന്ന സാറാണ്. അപ്പോൾ 10-15,000 രൂപ ആണ് ലാഭിച്ചത്. അപ്പോൾ ആ ലാഭത്തിൻ്റെ കണക്കൊക്കെ നമുക്ക് മുകളിൽ പോയിട്ട് പ്ലാന്റും കാര്യങ്ങളും കണ്ടിട്ട് സംസാരിക്കാം. വേറെ ഒന്നുമല്ല, സാറിൻ്റെ അത്യാവശ്യം നമ്മുടെ കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ യൂസർ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കസ്റ്റമർക്ക് നമ്പറും കൊടുക്കാമല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ സാറിൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അകത്തോട്ട് പോയി അത് പരിചയപ്പെട്ടാലോ? മുകളിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ?
അപ്പോൾ നമ്മുടെ സാറിൻ്റെ വീടിൻ്റെ അകം കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ആ ടി വി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 10-65 ഇഞ്ചിൻ്റെ ടി വി ഒന്നല്ല അതോ 2, അതേപോലെ തന്നെ 4 AC. അപ്പം വിശാലമായിട്ട് നല്ല രീതിയിൽ ഇതാ നമ്മുടെ ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഇൻഡക്ഷൻ കുക്കർ, അതേപോലെ തന്നെ കിച്ചണിൽ എല്ലാ സാധനങ്ങളിലും മൈക്രോവേവ്, ഓവൻ വരെ ഉണ്ടല്ലേ. എല്ലാ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ്, അതായത് കറണ്ട് നല്ല രീതിയിൽ ചാർജ് ആവുന്ന എല്ലാ സാധ്യതയുള്ള ഒരു വീടാണ്. അത്രത്തെ ഹ്യൂജ് ആയിട്ടുള്ള. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് സാറേ ഈ വീട്? 4000 സ്ക്വയർ ഫീറ്റ് വരത്തില്ലേ? ഓക്കെ, ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലാണ് 1 രൂപ പോലും കറണ്ട് ചാർജില്ല. നിങ്ങൾ വിശ്വസിക്കത്തില്ല. ആണ്ട് എല്ലാ റൂമുകളിലും AC ഉണ്ട്, 4 AC ഉണ്ട് അല്ലേ? ഫുള്ള് 4 AC ഉണ്ട്. അത് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്യുന്നതിന് 1 രൂപ പോലും ആവുന്നില്ല. അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റ് ഏതാണെന്നും ആ ഒരു ബ്രാൻഡ് ഏതാണെന്നും അതിന് നമ്മുടെ അവാൻസ, നമ്മുടെ സോളാർ നമുക്ക് തരുന്ന അവരുടെ വാറണ്ടിയും കാര്യങ്ങളും കൂടെ പരിശോധിക്കാം. ഇപ്പം മുകൾ ഭാഗത്താണ്. അപ്പം നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ സാറിൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ നല്ല രീതിയിൽ ലൈറ്റ്, അതായത് ഒരു മരത്തിൻ്റെ പോലും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ താണ്ടേ വിശാലമായിട്ടുള്ള. അപ്പം നമ്മുടെ സാറിതാ ഈ ഒരു ഇലക്ട്രിസിറ്റി എല്ലാം ഈ ഒരു പാനലിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സൂര്യൻ്റെ ആ ഒരു കറക്റ്റ് ഇതിൽ നല്ല രീതിയിൽ വെട്ടം കിട്ടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഇതിപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ എത്ര കിലോ വാട്ടിൻ്റെ വരുന്നത്? ഇവിടെ നമ്മൾ 5.4 കിലോ വാട്ടാണ് സോളാർ പാനൽ ഉള്ളത്. 540 വാട്ടിൻ്റെ 10 പാനലാണ് ഉപയോഗിച്ചത്. ഇത് പ്രീമിയർ എനർജീസിൻ്റെ ബൈഫേഷ്യൽ സോളാർ പാനൽസ് ആണ്. ബൈഫേഷ്യൽ എന്ന് വെച്ചാൽ പറയുന്ന 2 ഫേസ് ഉള്ളത്. ഇതിൻ്റെ മുകളിലും ഇതുണ്ട്, താഴെയും ഫേസ് ഉണ്ട്. 2 സ്ഥലത്തു നിന്നും നമുക്ക് അതായത് നമുക്ക് ലൈറ്റ് താഴെ നിന്നുള്ള ഇത് കിട്ടും, റിഫ്ലക്ഷൻ്റെ കൂടെ പോട്ടണം. ഇപ്പൊ ആക്ച്വലി ഇവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്തതുകൊണ്ട് ഇവിടെ റിഫ്ലക്ഷൻ കുറച്ച് കൂടുതലാണ്, വൈറ്റ് പ്രതലമാണല്ലോ. അപ്പോൾ ഇതിൽ അടിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഇതിനകത്ത് എഫക്ട് കിട്ടും. അതായത് നമുക്ക് ഒരു മോർ പ്രൊഡക്ഷൻ. അതെങ്ങനെയാ ഇപ്പൊ ഈ നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഇതും വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രൊഡക്ഷനിൽ വ്യത്യാസം? എനിക്ക് തോന്നുന്നൊരു 20-30% വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നു. സാറിന്റെ ഡെയിലി ഇവിടുത്തെ പ്രൊഡക്ഷൻ എത്ര രൂപയായിരിക്കും? എത്ര യൂണിറ്റാ സാർ? അത് യൂണിറ്റ് ഞാൻ നോക്കാം. എന്നാലും നമുക്ക് ഇവിടെ എത്ര ഉണ്ട് സാർ ചെക്ക് ചെയ്തപ്പം? നമുക്ക് മൊബൈലിൽ അറിയാമല്ലോ. ഞാൻ ആക്ച്വലി ഇന്നിപ്പോൾ December 31 നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനത് പ്രൂഫായിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേട്ടാ, അത് നമുക്ക് ഇതിന്റെ ഇടയിൽ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പാനലിന്റെ കാര്യം, പാനൽ ഇത് ഏത് കമ്പനിയുടെ പാനലാണ് വന്നിരിക്കുന്നത്? പ്രീമിയർ എനർജീസിന്റെ 540 വാട്ടിന്റെ പാനലാണ്. പ്രീമിയർ എനർജീസ് ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ്. സോളാർ പാനൽ മാനുഫാക്ചറിംഗ് 30 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ചുരുക്കം ചില കമ്പനികളിൽ ഒരു കമ്പനിയാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രീമിയർ എനർജീസിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ, സോളാർ പാനൽ നമ്മൾ 30 വർഷം വാറണ്ടി കൊടുക്കുന്ന കസ്റ്റമറിന്. ഇപ്പോൾ അത് പുതിയതായിട്ട് കമ്പനി എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നറിയില്ല. പ്രീമിയർ എനർജീസ് അതുമാതിരി ചില കമ്പനികൾ ആൾറെഡി ഈ ഫീൽഡ് 10-30 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളാണ് കൂടുതലും സോളാർ പാനൽ രംഗത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 10-40 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. 32 വർഷത്തെ പാരമ്പര്യമുള്ള കമ്പനിയാണല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഉണ്ടല്ലോ, നമുക്ക് ഇതിന്റെ ഈ സോളാറിന്റെ ഈ വാറണ്ടി ടൈപ്പ് പീരീഡ്, പാനലിന് വാറണ്ടി അങ്ങനെ സംഭവങ്ങൾ വരുന്നത്? സോളാർ പാനലിന് ടോട്ടലായിട്ട് 30 ഇയേഴ്സ് ആണ് വാറണ്ടി. 30 വർഷം വാറണ്ടി. അതായത് ഒരു മനുഷ്യന്റെ ഒരു ലൈഫ് ടൈം തന്നെയാണല്ലേ? പെർഫോമൻസ് വാറണ്ടിയാണ്. പെർഫോമൻസ് വാറണ്ടി ഇപ്പോൾ ഈ 540 വാട്ടിന് ഫസ്റ്റ് 10 വർഷം 90% പവർ ഔട്ട്പുട്ട് വാറണ്ടി കൊടുക്കുന്നത്. അടുത്ത 20 വർഷം 80% പവർ ഔട്ട്പുട്ട്. ചില 540 വാട്ട് 30 വർഷം കഴിയുമ്പോഴും 540.8 അറൗണ്ട് 514 ആൾമോസ്റ്റ് അറൗണ്ട് 400-450 വാട്ട്സ് പവർ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 30 വർഷം കഴിഞ്ഞാൽ പാനലിന് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. അതിന്റെ പ്രൊഡക്ഷനിലും വലിയ ഒരു വേരിയേഷൻ വരുന്നില്ല. അല്ല, ഇവിടെ കറണ്ട് ബില്ല് വരുന്നുണ്ടോ? ബില്ല് വരുന്നുണ്ട് 100-150 രൂപ 200 രൂപ, അതായത് മീറ്റർ ചാർജ്. കേട്ടല്ലോ, 150 രൂപ മീറ്റർ ചാർജാണ് വരുന്നത്. അപ്പോൾ സാറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഇറക്കിയിട്ട് സാറിൻ്റെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. സാറ് നിങ്ങൾക്ക് സാറിൻ്റെ സമയം അനുസരിച്ചിട്ട് സാറ് നിങ്ങൾക്ക് അതേപോലെ തന്നെ റിപ്ലൈയും കാര്യങ്ങളും എല്ലാം തരും. അപ്പോൾ ഇത് എത്ര പാനൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്? 10 പാനൽ 540 വാട്ട്സിൻ്റെ 10 പാനൽ വരുന്നുണ്ടല്ലേ? ഇനി അറിയേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഇതാണ്. സാറിന് ഇവിടെ നേരത്തെ ഉണ്ടല്ലോ, നേരത്തെ നമ്മുടെ ഒരു 10-15,000 രൂപയ്ക്കകത്ത് കറണ്ട് ബില്ല് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കോസ്റ്റ് സാറിന് കട്ട് ഓഫ് ആയിട്ടുണ്ട്. കട്ട് ഓഫ് 200 റുപ്പീസ് അല്ലേ മന്ത്ലിയാണ്? ഇപ്പം മന്ത്ലിയാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് സാറിന് ലാഭിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിലാണ് സാർ റൺ ചെയ്ത് പോകണതല്ലേ? ഓക്കെ, അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. മറ്റുള്ള നമ്മുടെ ഇത് സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലായിരുന്നു.
ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ പ്രൈസിംഗ് ഒക്കെ മാറിയിട്ടോ? എല്ലാവരും വെക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് വെച്ച് കഴിയപ്പോഴേ അതിന്റെ ബെനിഫിറ്റ് അറിയത്തുള്ളൂ. ബെനിഫിറ്റ് അറിയാൻ പറ്റും. എന്തെങ്കിലും 100% സാർ സാറ്റിസ്ഫൈഡ് ആണ്? ഓഫ് കോഴ്സ് ഇത് നേരത്തെ വെക്കാൻ ഞാൻ എന്തെന്നാണ് തോന്നിയത്. അപ്പൊ നമുക്ക് കുറെ കൂടെ നമുക്ക് ഒരു എമൗണ്ട് അല്ല, ഞാൻ ആക്ച്വലി എനിക്ക് ഒരാളിനെ കിട്ടും. ഇവനെയൊക്കെ എനിക്ക് അടുത്ത് പരിചയപ്പെട്ട നമ്മളെ ഈ പുറത്തായതുകൊണ്ടേ നമുക്ക് നാടുമായിട്ട് ഒരു പരിചയം, ജനിച്ചൊക്കെ വളർന്നതൊക്കെ ഇവിടെയാണെങ്കിലും നാടുമായിട്ട് ഒരു പരിചയമൊക്കെ അങ്ങ് പോയി. ഇവിടെ ആരെയും അറിയില്ല. ഇപ്പോഴും നമ്മൾ വരുത്തനെന്ന് പറഞ്ഞിരിക്കുക കുറേ പേരൊക്കെ. അപ്പോൾ സാറ് ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ സാറിൻ്റെ എക്സ്പീരിയൻസ് കണ്ടോ? സാറിന് നല്ല രീതിയിൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വരുന്ന മെയിനായിട്ട് ഇതിൻ്റെ സർവീസ് എങ്ങനെയൊക്കെയാണ് നമുക്ക്? ആക്ച്വലി സോളാറിൽ സീറോ മെയിൻ്റനൻസ് തന്നെ പറയാം. സീറോ മെയിൻ്റനൻസ് ആണ്. ഇതിനകത്ത് ആകെ ചെയ്യേണ്ടത് പൊടി വരുമ്പോഴത്തേക്ക് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മോപ്പിൽ വെള്ളം മുക്കിയിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഒരുപാട് ഡസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വിട്ടാൽ മതി. അത് നമ്മൾ കെമിക്കൽ സോപ്പ് സൊല്യൂഷൻ എല്ലാം ഉപയോഗിക്കണ്ട, ഒന്നും ഉപയോഗിക്കണം, ജസ്റ്റ് വെള്ളം മാത്രം. ഒരു തുണി വെച്ച് തുടയ്ക്കാം. കേരളത്തിലെ പൊതുവെയുള്ള കാലാവസ്ഥ അറിയല്ലോ, ഒരു 9 മാസം മൊത്തത്തിൽ നമുക്ക് മഴയാണ്. മഴയുള്ള സമയത്ത് ചെറുതായി ഡ്രസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം ക്ലീൻ ആവുന്നതാണ്. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വന്ന് നോക്കിയപ്പോൾ തന്നെ ഏകദേശം 10-20 പിന്നെ യൂണിറ്റ് പ്രൊഡക്ഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? രാത്രി ആകുമ്പോൾ അത് കൂടും. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് 24 യൂണിറ്റോളം. ഇവിടെ നമുക്കൊരു ഇന്ന് ആക്ച്വലി ഇന്നിപ്പം പകൽ സമയത്ത് കുറച്ച് മങ്ങലായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ആവറേജ് ആയിട്ട് 26-28 യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ 33 യൂണിറ്റ് വരെ ഇവിടെ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാ നല്ല, അതായത് സോളാർ വെക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഇത് ഇവിടെ നേരത്തെ സോളാറിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ മരങ്ങളൊന്നും വെട്ടേണ്ടി വന്നില്ല, ഇത്ര ഹൈറ്റ് ഇരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ 6 മണിയാകുമ്പോൾ ചാർജിങ് തുടങ്ങും. 6 o'clock മോർണിംഗ് ഈവനിങ് 6 o'clock നമുക്ക് അറിയാൻ പറ്റും. ആക്ച്വലി ഇത് സാർ ഇവിടെ മോട്ടർ യൂസ് ചെയ്യുന്ന ഏതാ? കുഴൽ കിണറോ വല്ലതും ആണോ? അല്ല, വെൽ വാട്ടർ 1.5-ന്റെ. നല്ല എത്ര അടി ഇതുണ്ട്? 35 അടി താഴ്ചയുണ്ട്. വലിയ കിണറല്ലേ ഇവിടെ? വെട്ട് കിണറല്ലേ? അതിലുപരി പ്രഷർ പമ്പ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പ്രഷർ പമ്പാണ് ഒരു വിധമുള്ള വീടുകളിൽ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന ഒരു സാധനമാണ് പ്രഷർ പമ്പ്. എവിടെ ഫ്ലഷ് ചെയ്താലും ജസ്റ്റ് നമ്മളൊരു ടാപ്പ് ഓപ്പൺ ചെയ്താൽ പ്രഷർ പമ്പ് ഓണാവുന്നതാണ്. അതാണ്ട് ഇവിടെ നമ്മുടെ പ്രഷർ പമ്പും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ ടൈം കറണ്ട് ആവുന്നതല്ലേ ഇതിനകത്ത്? അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന, മോട്ടറിൽ ടാങ്ക് നിറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് നല്ല അതല്ല, ഇത് ആക്ച്വലി നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ പ്രഷറിന് വേണ്ടി ടാപ്പ് തുറന്ന ഇത് മോട്ടർ ഓൺ ആവൂല്ലേ? അപ്പോൾ ഫുൾ ടൈം ഇത് ഓൺ ആണ്. നമ്മൾ എവിടെ ടാപ്പ് തുറന്ന വെള്ളത്തിന്റെ മോട്ടർ ഓൺ ആവും. ഒരു ദിവസം ഒരു 60 പ്രാവശ്യം ഓൺ ആവും. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ് റീഫിൽ ചെയ്യും ടാങ്കില്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത്രത്തോളം കറണ്ട് ചാർജ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ സാർ? എല്ലാം ഉണ്ട്, ഇല്ലാത്തൊന്നും. 3 വാക്യൂം മെഷീൻ ഉണ്ട്. അത് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ 2 ഉണ്ട്, പക്ഷെ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. വലിയ ഫ്രിഡ്ജ് തന്നെ നല്ല കറണ്ട് ചാർജ് വരുന്നില്ലേ? 4 ഡോറിന്റെ 2 ഫ്രിഡ്ജ് ഉണ്ടാകുന്ന ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ സാറ് ഇപ്പം ഈ പറയുന്നത് പോലെ ഇപ്പം ഇവിടെ പിന്നെ എല്ലാവരും ഉണ്ട്, ഫുള്ള് കറണ്ട് ചാർജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സാറിന് ഒരു 20,000 രൂപ വരില്ലേ മാസം അടവ്? 50,000 ഒക്കെ വരുമായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് സാറ് സേവ് ചെയ്തത്. ഇപ്പം ഈ ഒരു കൊല്ലം കൊണ്ട് ഇതിപ്പോൾ ലാഭമായി ഇതിന്റെ മെയിൻ പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലാഭം കിട്ടിയത് ഒരു 200 rupees അല്ലേ പെർ മന്ത് നമ്മൾ പേ ചെയ്യുന്നുള്ളൂ. ഇതായപ്പോഴത്തേക്ക് മന്ത്ലി പേ ആണ്. അതുകൂടെ അവർ അറിഞ്ഞിരിക്കണം. പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പോഴേ മന്ത്ലിയാണ്, ബൈ മന്ത്ലി അല്ലേ? 2 മാസത്തെയാണ് ഇത്. അങ്ങനെ KCBയുടെ 2 മാസത്തെ നമുക്ക് KCBയുടെ ബില്ലിംഗ് വരുന്നത് നോർമലായിട്ട് 2 മാസത്തിലാണ്, ബൈ മന്ത്ലി ബിൽസ് ആണ്. സോളാർ വെച്ച് കഴിഞ്ഞാൽ അത് മന്ത്ലി ബില്ലിംഗിലേക്ക് മാറും. ഓക്കെ, എല്ലാ മാസവും വന്നിട്ട് നമ്മൾ റീഡിംഗ് എടുക്കും. നമ്മൾ സോളാർ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ എക്സിസ്റ്റിംഗ് മീറ്ററിനെ മാറ്റി ബൈഡയറക്ഷണൽ മീറ്റർ എന്നൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യും. ആക്ച്വലി ബൈഡയറക്ഷണൽ മീറ്റർ അല്ലെങ്കിൽ നെറ്റ് മീറ്റർ എന്ന് പറയും. നമ്മൾ KCBയിലേക്ക് കൊടുക്കുന്ന യൂണിറ്റിനെ നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്ന യൂണിറ്റിനെ അതിൽ മോണിറ്റർ ചെയ്യാൻ വരും. അപ്പോൾ അത് നോർമലായിട്ട് വന്നവർ നമ്മൾ ഇതിന് നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ബില്ല് വരുന്നത്. നമ്മൾ കൊടുത്ത യൂണിറ്റ് മൈനസ് വാങ്ങിയ യൂണിറ്റ് അതിനനുസരിച്ചാണ് ബില്ല് വരുന്നത്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ആണ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സഡ് ചാർജസ് ആയിട്ട് സിംഗിൾ ഫേസ് കൺസ്യൂമേഴ്സിന് 130 രൂപയും 3 ഫേസ് കസ്റ്റമേഴ്സിന് 180 രൂപയും ഫിക്സഡ് ചാർജസ് വരും. അത് ചാർജസ് വരും ആണ്, ആ ഒരു ഇതേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആ പാനൽസ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ സാർ ഇവിടെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി പാനൽസ് ആണ് നമ്മൾ യൂസ് ചെയ്ത പ്രസ്റ്റീജ് ഇല്ലേ നമ്മുടെ പ്രീമിയർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡാണ്. പിന്നെ നമുക്കുണ്ടല്ലോ ഇത് നമ്മുടെ എപ്പോഴും നമ്മുടെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഒരു സാധാരണക്കാരന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്.
വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിലൊരു 2500 രൂപ കറണ്ട് ചാർജ് വരുന്ന ഒരാളാണ്. AC ഒന്നുമില്ല, എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ TV-യുടെ കറണ്ട് ചാർജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ AC ഒന്നും എൻ്റെ വീട്ടിലില്ല, എങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണക്കാരന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും. എല്ലാവരും പറയുന്നത് ഭയങ്കര വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവുന്നത്. അതിനുള്ള നിങ്ങളുടെ വീട്ടിൽ ഏകദേശം 2500 രൂപ 2 മാസത്തിൽ കറണ്ട് ബില്ല് വരുന്നുണ്ട്. വീട്ടിൽ അതും പിന്നെ വെക്കേഷൻ ടൈം കുട്ടികളൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ 3000-4000 ഒക്കെ വരും. വീട്ടിൽ AC ഉപയോഗിക്കുന്നില്ല? ഇല്ല, AC ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് തന്നെയാണ് അത്രയും വരുന്നത്. അപ്പോൾ ഒരു AC 2 സമ്മർ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാലും AC വെക്കാനുള്ള പ്ലാനില്ല, ഈ ചൂടത്ത് പറ്റത്തില്ല. AC ഇല്ല. 4000 രൂപ എന്തായാലും മാസം കറണ്ട് ബില്ല് വരും. 4000 അല്ല, AC നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, അത് കംപ്ലൈന്റ് വന്ന് മാറ്റിയതാ. AC ഉള്ള സമയത്ത് 6000 രൂപ ബില്ല് വരും. ഓക്കെ, സപ്പോസ് നിങ്ങൾ 2 മാസത്തിൽ 5000 രൂപ കറണ്ട് ബില്ല് വരുന്നത് വിചാരിക്കും. ഓക്കെ, 5000 രൂപ കറണ്ട് ബില്ല്. അപ്പോൾ ഒരു വർഷം നിങ്ങൾ 30000 രൂപ നിങ്ങൾക്ക് ACBക്ക് അടയ്ക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 4 മാസം നിങ്ങളെ കറണ്ട് ബില്ല് എനിക്ക് അപ്ഫ്രണ്ട് ആയിട്ട് തരാൻ പറ്റുമോ? ഞാൻ സോളാർ വെറുതെ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ തരാം. ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് മാസം 130 രൂപ മാത്രം കൊടുത്താൽ. അതായത് നമ്മളെ വെറും ഒരു 4 മാസത്തെ ബില്ലിങ്ങിന്റെ 4 വർഷത്തെ ബില്ലിങ്ങിന്റെ എമൗണ്ട് മതി നമുക്ക് സോളാർ വെക്കാം. നമുക്ക് നമ്മുടെ ലൈഫ് ടൈം ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അപ്ഫ്രണ്ട് പേയ്മെന്റ് എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് 7% ഇൻട്രസ്റ്റ് റേറ്റിൽ യാതൊരു ഈടും ഇല്ലാതെ ലോൺ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു FDക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 8%, 8.5% ആണ്. ആ ഒരു അവസ്ഥയിലാണ് 7% ഇൻട്രസ്റ്റിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 കിലോവാട്ട് പ്ലാന്റ് വെക്കുന്ന ഒരാൾക്ക് 2 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു നോർമൽ 3 കിലോവാട്ടിന് 2,20,000 കോസ്റ്റ്. കസ്റ്റമർ അപ്ഫ്രണ്ട് നമുക്ക് 3 കിലോവാട്ടിന് 2,20,000 രൂപ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്രോക്സിമേറ്റ് 2,20,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൾ സൈറ്റ് കണ്ടീഷൻസ്. ഓക്കെ, അതിൽ 20,000 രൂപ അപ്ഫ്രണ്ട് തന്നു, 2 ലക്ഷം രൂപ ലോൺ ഇട്ടെന്ന് കസ്റ്റമർ. ഓക്കെ, കസ്റ്റമർ ലോൺ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമറിന് ഫസ്റ്റിൽ EMI വരുന്നത് 2,100 രൂപയായിരിക്കും ഒരു മാസം അടവ് വരുന്നത്. സപ്പോസ് കസ്റ്റമർ 4,000 രൂപയാണ് 2 മാസത്തിൽ കറണ്ട് ബില്ല് വരുന്നതെങ്കിൽ പുള്ളി 2,100 രൂപ ഒരു മാസം അടയ്ക്കണം. ഇനി അതുകൂടാതെ ഈ ഫസ്റ്റ് 2 ലക്ഷം രൂപ കിട്ടുമല്ലോ, അതിനുശേഷം ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 2 മാസത്തിനകത്ത് നമുക്ക് സബ്സിഡി കിട്ടും. 78,000 രൂപ സബ്സിഡി കിട്ടും. അതായത് നമ്മൾ 2,20 നമ്മൾ മുടക്കുന്ന ഇതിനകത്ത് നമുക്ക് 78,000 രൂപ സബ്സിഡി കിട്ടും. ഈ 78,000 രൂപ സബ്സിഡി നിങ്ങളുടെ ലോൺ അക്കൗണ്ടിലേക്ക് വരുന്നു. ലോൺ അക്കൗണ്ടിലേക്ക് ആയിരിക്കും ക്രെഡിറ്റ് ആവുന്നത്. ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ EMI റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് 1,400 രൂപ EMI ആക്കാൻ പറ്റും. അപ്പം 4,000 രൂപ 5,000 രൂപ കറണ്ട് ബില്ല് വരുന്ന ആള് 2 മാസത്തിൽ EMI അടക്കാൻ 2,800 രൂപ മാത്രം മതി. അപ്പോൾ 5,000 രൂപ 2 മാസം കറണ്ട് ബില്ല് അടച്ചുന്ന ആൾ അവരുടെ 2 മാസത്തെ എക്സ്പെൻസിൽ 2,000 രൂപ സേവ് ചെയ്യണം. ഓരോ മാസം 1,000 രൂപ വെച്ച് സോളാർ വെക്കുന്നതോട് സേവ് ചെയ്യാൻ പറ്റും. സേവിങ്ങും കൂടെ നമുക്ക് വരുന്നുണ്ട്. അതായത് നമുക്ക് ഒരു 3 കിലോ വാൾട്ടിന്റെ സോളാർ സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2,20,000. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചെറിയൊരു വ്യത്യാസം, വേറെ ഒന്നുമില്ല. ചില സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കേഷൻ വർക്കും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് KCB കണക്ഷൻ മേടിച്ച് കൊടുക്കുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സബ്സിഡി മേടിച്ച് കൊടുക്കുന്നവർ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, പല ആൾക്കാരും പല സുഹൃത്തുക്കളും പറയുന്നുണ്ട് സബ്സിഡി ഗവൺമെന്റിന് കിട്ടാനില്ല എന്ന്. കിട്ടുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മുടെ അതിനുള്ളൊരു ഉദാഹരണമാണ് സാറിന് സബ്സിഡി കിട്ടുന്നത്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ സാറ് ഒരു കാര്യം പറഞ്ഞു. എന്തോ സാറേ പറഞ്ഞോളൂ. അത് ഈ ഫൂട്ടിങ് ഉണ്ട്, ഇതിനെ ലെഗ് പിടിപ്പിക്കാനായിട്ട് ഫൂട്ടിങ് വയ്ക്കും. സാധാരണ ഇവർ കോൺക്രീറ്റിൽ സെപ്പറേറ്റ് കോൺക്രീറ്റാണ്, ഫുൾ കോൺക്രീറ്റാണ്. ഇവർ RCC കോൺക്രീറ്റിൽ ബ്ലോക്ക് ഉണ്ടാക്കി താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ലോഡ് കൊണ്ടുവന്ന് 2 പേര് ഇവിടെ പൊക്ക് കൊണ്ടുവന്നാണ്. ഇവിടെ എത്ര 2, 4, 6, 8, 10, 12 പുറത്തുനിന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യും. നമ്മൾ വീണ്ടും വാട്ടർ പ്രൂഫ് ചെയ്യും. അങ്ങനെ ഈ ഒരു പൊക്കത്ത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഇവിടുന്ന് ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ട് റിഫ്ലക്ഷൻ വാഷ് ചെയ്ത് എത്രത്തോളം ക്ലീൻ ആണോ. ഇപ്പോൾ കുറെ ഡേർട്ടി ഉണ്ടല്ലോ, അത് ക്ലീൻ ആക്കി നമ്മളെ മിസ്റ്റേക്ക് ആണ്. അത് ക്ലീൻ ആക്കി ഇട്ട് കൊടുത്താൽ റിഫ്ലക്ഷൻ കൂടില്ലേ. പിന്നെ അതിനനുസരിച്ച് അപ്പൊ സാർ അത് പീരിയോഡിക്കലി പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യാൻ നമ്മളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. അതുപോലെ പണിക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് അത്യാവശ്യം ചെയ്യാം. ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നല്ല ക്ലീൻ ആക്കി തന്നെ സാർ ബൈഫേഷ്യൽ പാനൽസ് വെച്ചാൽ നമ്മൾ അറൗണ്ട് ഫ്ലോറിൽ നിന്ന് 1.2 മീറ്റർ ഹൈറ്റിൽ വെക്കുന്നതാണ് പറയുന്നത്. ആക്ച്വലി അത് 1.2 മീറ്റർ ഹൈറ്റിൽ വെച്ചാൽ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കിട്ടിയത്. പക്ഷേ നമുക്ക് ഈ വീടിൻ്റെ അസ്തറ്റിക്സിനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും താത്ത് വെച്ചിരിക്കുന്നത്. വെളിയിൽ നോക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ സോളാർ കണ്ട ആ ഒരു അസ്തറ്റിക് ഇത്രയും വലിയ വൃത്തിയായിട്ടുണ്ടായിരുന്നു. അതിന് അസ്തറ്റിക്സിനെ എഫക്ട് ചെയ്യുന്നത് ഇത് കുറച്ച് നല്ല പൊക്കത്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്നുള്ളവർക്ക് ആ ഒരു വൃത്തിയേട് ഒരു അസ്തറ്റിക്സിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി ആക്ച്വലി നമ്മൾ സോളാർ വെക്കുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ വന്ന് സൈറ്റ് സർവേ ചെയ്യുന്ന ഒരാഴ്ച മുന്നെയാണ് ഇവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്തത്. അപ്പോൾ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ വന്നിട്ട് റൂഫിൽ ഡ്രിൽ ചെയ്ത് ആങ്കർ ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം
നമ്മളൊന്ന് വീണ്ടും തന്നെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ എഫക്റ്റ് ഇതാവുന്നതുകൊണ്ട് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യണം. നമ്മൾ ബ്ലോക്സ് ഉണ്ടാക്കി ബ്ലോക്ക് മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ റൂഫിൽ പെനട്രേറ്റ് ചെയ്തിട്ടേ ഇല്ല, ഒരു ഹോൾ പോലും ചെയ്തിട്ടില്ല, ഒരു ഹോൾ പോലും ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് റെഡിമെയ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തതാണല്ലേ. അപ്പം അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഒരു കസ്റ്റമർ അല്ല, നമ്മുടെ ചെയ്തിട്ടുള്ള നമ്മൾ ഓൾ കേരള ലെവലിൽ, ഓൾ ഇന്ത്യ ലെവലിൽ, കോയമ്പത്തൂർ അവിടെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് കസ്റ്റമറുടെ വേണമെന്നുണ്ടെങ്കിൽ റിവ്യൂവും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഡീറ്റെയിലും കാര്യങ്ങളും തരും. അതേപോലെ തന്നെ നമ്മുടെ സുഗുണൻ സാറും അതേപോലെ തന്നെ നമുക്ക് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും തരുന്ന നല്ലൊരു കസ്റ്റമറാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനും വളരെ ചുരുങ്ങിയ ലെവലിൽ, അതായത് 2,20,000 രൂപ നമ്മുടെ ഈ ഇത് പിന്നെ നമ്മുടെ സബ്സിഡി 78,000 രൂപ കഴിച്ചിട്ട് ഏകദേശം ഒരു 1,22,000 ഇല്ലേ, 1,30,000 രൂപ മാത്രമേ വരുന്നോളൂ. ഇത് നമുക്ക് ഈ പറയുന്നത് പോലെ 4 കൊല്ലം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന എമൗണ്ടാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് 4 കൊല്ലം കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് മുതൽ തന്നെ നമുക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിന് എന്തെങ്കിലും 8,000 രൂപ അത് കിട്ടിയത് അത് വളരെയധികം സന്തോഷമുണ്ട്. അടുത്ത കൊല്ലം 8,000 എന്നുള്ള 80,000 ആവട്ടെ. നമുക്ക് കുറച്ചുകൂടെ ഇതുകൂടെ ഫുള്ളൊക്കെ സോളാറാക്കാം അല്ലേ, പ്രൊഡക്ഷൻ അങ്ങ് കൂട്ടാം. അതേപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സോളാർ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു ഓഫീസ് സ്പേസ് ഇവിടെ കല്ലമ്പലം തന്നെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസ് സ്പേസിൽ എനിക്ക് നല്ല AC-യും ബാക്കിയുള്ള കറണ്ട് ചാർജും എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടായതുകൊണ്ട് എനിക്ക് അവിടുത്തെ കോസ്റ്റ് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരേ ആളുടെ പേരിൽ, നിങ്ങളുടെ പേരിൽ, അതെ അതെ, നിങ്ങളുടെ സ്വന്തം പേരിലായിരിക്കണം ഇതുള്ള. ഇപ്പം നിങ്ങളുടെ പേരിൽ ഇപ്പം കൊല്ലത്തൊരു വീടുണ്ട്, അതേമാതിരി നിങ്ങൾ കാസർഗോഡ് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം പേരിലൊരു സ്ഥാപനം എന്തെങ്കിലും നിങ്ങൾക്ക് KCB കണക്ഷൻ ഉണ്ടായി കൊല്ലത്ത് നിങ്ങൾക്ക് സോളാർ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്നുള്ള ബാക്കിയുള്ള പ്രൊഡക്ഷൻ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അതായത് എനിക്ക് ഇപ്പം എൻ്റെ വീടാണെന്ന് കരുതിക്കോ, എൻ്റെ വീട്ടിൽ ഈ ഒരു സോളാർ വെച്ചിരിക്കുക, എൻ്റെ ഓഫീസ് സ്പേസിൽ എനിക്ക് നല്ല രീതിയിൽ കറണ്ട് ചാർജ് വരുന്നുണ്ട്. അതും ഇതുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഇവിടുത്തെ ഉപയോഗത്തിന് ശേഷം ബാക്കി ഉപയോഗത്തിനുള്ള ഇത് അവിടെ നമുക്ക് കൈ ചെയ്യാൻ പറ്റും. അത് മനസ്സിലായല്ലോ. അതായത് ഇത് ഒരെണ്ണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം എവിടെയാണോ നിങ്ങളുടെ പേരിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള ഫോംസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ടുള്ള കാര്യം പിന്നെ സാറ് ഇത് വന്നതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് പിന്നെ ഇപ്പോൾ എന്തൊക്കെയാലും ഇതിപ്പോൾ ഓൺ ഗ്രിഡ് ആയതുകൊണ്ട് പിന്നെ കറണ്ട് കട്ടുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കറണ്ട് കിട്ടത്തില്ല. അതിന് പകരമായിട്ട് സാറ് ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവെർട്ടർ നമുക്ക് അല്ലാതെ ഈ ഓൺ ഗ്രിഡ് വെക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ഇൻവെർട്ടർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഈ ഓൺ ഗ്രിഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പവർ ഇപ്പോൾ വേറെ ഒന്നുമല്ല, ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് സമയം കറണ്ട് ബാക്കപ്പ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ഓഫ് ഗ്രിഡ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഓഫ് ഗ്രിഡ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കോസ്റ്റ് വരുന്നത്? ഓഫ് ഗ്രിഡ് നമ്മൾ നോർമലായിട്ട് ചെയ്തില്ല, നമുക്ക് നമ്മൾ ഓൺ ഗ്രിഡ് മാത്രം ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് പവർ ബാക്കപ്പ് വേണ്ട ഹോം UPS എന്നുള്ള സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. വേറെ നല്ല ഓഫ് ഗ്രിഡിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓഫ് ഗ്രിഡ് ഒരിക്കലും എക്കണോമിക്കലി അത് വയബിൾ അല്ല. എന്ന് വെച്ചാൽ ഓഫ് ഗ്രിഡ് നമ്മൾ ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺസ് കിട്ടാൻ മിനിമം ഒരു 7 വർഷം എടുക്കും. ഓക്കെ, ഈ റിട്ടേൺസ് കിട്ടിക്കഴിയുമ്പോൾ 7 വർഷം കൊണ്ട് ബാറ്ററി പണി മുടക്കും. അടുത്ത ബാറ്ററിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒരിക്കലും ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു എക്കണോമിക്കലി വയബിൾ സൊല്യൂഷൻ അല്ല. പിന്നെ നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ചിട്ട് വേറുള്ള ഒരു സ്റ്റേറ്റ് പോലെയല്ല, നമുക്ക് കറണ്ട് കട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണല്ലേ. നമ്മുടെ സ്റ്റേറ്റ് വിടുമ്പോഴാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ മഹത്വം മനസ്സിലാവുന്നത്. നമ്മളൊരു 10 മിനിറ്റ് കറണ്ട് പോകുമ്പോൾ KCB-കാരനെ തെറി വിളിക്കുന്നത് അതൊന്നുമല്ല. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസമൊക്കെ കറണ്ട് ഇല്ലാത്ത ഏരിയകളുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവന്മാരാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും നല്ല രീതിയിൽ ഗവൺമെൻറ് നമുക്ക് അന്നുമല്ല നമ്മൾ ജനിച്ച കാലം മുതൽ നല്ല ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സാറ് സാറ്റിസ്ഫൈഡ് ആണ്? ഹൈലി റെക്കമെൻഡ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇത് തന്നെ പറഞ്ഞിരുന്നത്. ആളുകൾ വിളിച്ചോട്ടെ, സാറിനെ വിളിച്ചാൽ മതി. സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് സന്തോഷവും. അതേപോലെ തന്നെ നമ്മുടെ ഒരു മാനേജിങ് പാർട്ട്ണർ ഒരാളും കൂടെ ഉണ്ട്, ഒന്ന് പരിചയപ്പെടുത്തിക്കോ ബ്രോ. അരുൺ. അപ്പോൾ ബ്രോയും ഫുൾ സപ്പോർട്ടായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുമല്ലേ? ബ്രോയുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. അത് എത്ര കിലോ വാട്ടിൻ്റെ? 3 കിലോ വാട്ട്. എത്ര ബില്ല് അടച്ചുകൊണ്ടിരുന്നത്? ഒരു 4,000 രൂപ ബില്ല് അടച്ചോണ്ടിരുന്നത്. ഇപ്പോൾ 1 രൂപയിലും ഇപ്പം 200 രൂപ ബില്ല് നോർമലായിട്ട് വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ ലാഭം അല്ലേ? ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അല്ല. പുള്ളിയുടെ വീട്ടില് ആക്ച്വലി ഇപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം 4 മാസം മറ്റുമായി. ഇതുവരെ ഗ്യാസ് മാറ്റിയിട്ടില്ല. ഇൻഡക്ഷൻ കുക്കറാണ് അല്ലേ? അതായത് വേറൊന്നുമല്ല, അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു
സോളാർ സിസ്റ്റം വെക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഗ്യാസിൻ്റെ ഇത് ലാഭിക്കാൻ പറ്റില്ലേ. അതായത് എനിക്ക് തോന്നുന്ന ഒരു സാധാരണ ഒരു കുടുംബത്തിന് തന്നെ ഒരു 2 മാസത്തേക്ക് 2 കുറ്റി എന്തൊക്കെയാലും വേണം. വലിയ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വേണം. അപ്പം പിന്നെ മാക്സിമം നിങ്ങൾക്ക് ഇലക്ട്രിക് ഓവനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ എന്ത് പാചകത്തിന് വേണ്ടി ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കറോ കാര്യങ്ങളോ യൂസ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് കട്ട് ഓഫ് ആവാം. അങ്ങനെയാണെങ്കിൽ താഴെ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി അവിടെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്. സാറിന് ഇലക്ട്രിക് സ്കൂട്ടറും ഉണ്ട് അല്ലേ? അതെല്ലാം ഇതിനകത്ത് ചെയ്യുന്നത്. പെട്രോളിനും പൈസ ആവുന്നില്ല അല്ലേ? 1 രൂപ പോലും. അല്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട്. പെട്രോളിൻ്റെ വണ്ടിയുണ്ട്. എന്നാലും ഇലക്ട്രിക് പുതിയൊരു ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള ഒരു പരിപാടി ഇല്ലേ? പുതിയൊരു EV കാർ എടുക്കാനുള്ള ഉദ്ദേശത്തിലല്ലേ സാർ? അപ്പം 1 രൂപ പോലും സാറിന് പെട്രോളിന് പോലും ചിലവാകുന്നില്ല. അപ്പോൾ ഹൈലി സാറിൻ്റെ ആ മുഖത്ത് വേറെ ഒന്നുമല്ല, ഒരു കസ്റ്റമറും ശരിക്കും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതാണത് ഒരു ചിരിച്ച മുഖം കാണാൻ പറ്റത്തില്ല. എന്തൊക്കെയാലും അതിൽ വളരെയധികം നന്ദിയുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളൂ. ഐ വിൽ റെക്കമെൻഡ് ഫോർ ദിസ് വൺ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് പോയിട്ട് നമ്മുടെ കാറും 1 രൂപ പോലും ഇല്ലാതെ ഈ പറയുന്ന പോലെ സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഒത്തിരി പറയാനുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിപിൻ ബ്രോയെ വിളിച്ചാൽ മതി. ഇവരുടെ ഡീറ്റെയിൽ നമ്പർ ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ട്രിവാൻഡ്രത്ത് ഓഫീസ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ട്രിവാൻഡ്രം കൊല്ലം ബോർഡർ കല്ലമ്പലത്താണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വരുന്നത്. അതേമാതിരി തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ബോർഡറിലായിട്ട് 100 നമുക്ക് ഓഫീസുണ്ട്. ആലപ്പുഴയും പത്തനംതിട്ടയും ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലായിട്ട് റൂഫ് ടോപ്പ് പ്രോജക്റ്റ് ചെയ്യുന്നത് ഈ 4 ജില്ലകൾ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന. എന്നാലും നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കോയമ്പത്തൂരും പ്ലാന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, നമ്മളിപ്പോൾ പിന്നെ വീടുകൾക്ക് ആവശ്യമുള്ള സോളാറിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചെയ്യുന്നുണ്ടല്ലേ. അതിപ്പോൾ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഓഡിറ്റോറിയങ്ങൾ, തിയേറ്ററുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് മാളുകൾ എല്ലായിടത്തും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇതാണ്. അതാകുമ്പോഴത്തേക്ക് പാനലിൽ ഒരുപാട് കിലോ വാൾട്ട് കൂടും, പിന്നെ ഹ്യൂജ് ഏരിയയിലായിട്ടായിരിക്കും. അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടും. അപ്പോൾ താഴോട്ട് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ ഒന്നുമല്ല, ഈ വീടിൻ്റെ ശരിക്കും ആ ഒരു ഭംഗി നഷ്ടപ്പെടാതെ തന്നെ സോളാർ വെച്ചിട്ടുണ്ട്. സാധാരണ വീടുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 2 അടിയും കൂടെ പൊങ്ങിയിരിക്കും അല്ലേ? 2 അടിയും കൂടെ പൊങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മുടെ റൂഫ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു വൃത്തിയേട് പോലെ തോന്നും. അത് ഇവിടെ മാറ്റിയിട്ടുണ്ടല്ലേ. അതും വളരെ നീറ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല നീറ്റായിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം തന്നെ ചെയ്യാൻ പറ്റുന്നു. സാറ് നമ്മളെ ഫ്രണ്ടിലൊരു റോഡുണ്ട്, ഒരു 30 ഫീറ്റ് അങ്ങോട്ടാണെന്നോ 30-40 ഫീറ്റ് ആണോ, അവിടെ നോക്കി ഇത് കാണത്തില്ല. അതനുസരിച്ച് നമ്മൾ പാനൽ വെച്ചിരിക്കുന്നത്. അതും വേറെ ഒന്നുമല്ല, ശരിക്കും നല്ല നീറ്റായിട്ടുള്ള ഇൻസ്റ്റാളേഷനാണ്. ശരിക്കും നല്ല രീതിയിൽ ആ ഒരു ഫ്രെയിം വർക്കും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. അതിനൊന്ന് സെപ്പറേറ്റ് ഹിഡൻ ചാർജസ് ഒന്നും ഇല്ല അല്ലേ ബ്രോ? ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അല്ല, ഇതിനകത്ത് ആക്ച്വലി ഹിഡൻ ചാർജസ് ആയിട്ട് യാതൊരു ചാർജസും ഇല്ല. പല കമ്പനികളും പറയുന്നത് ഇതിനകത്ത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ കോസ്റ്റ് ഇൻക്ലൂഡ് ആണ്. KCBയിൽ അടയ്ക്കുക. KCBയിൽ പെർ കിലോ വാട്ട് നമ്മൾ KCBയിൽ ഫസ്റ്റ് നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റം വെക്കുന്നതിന് ഫീസിബിലിറ്റി അടയ്ക്കണം. അതിന് 1180 രൂപ ഫീസിബിലിറ്റി ചാർജസ് ഉണ്ട്. പിന്നെ സോളാർ പ്ലാന്റ് പെർ കിലോ വാട്ടിന് 1000 രൂപ പ്ലസ് 18% GST നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പം ഞങ്ങൾ ഒരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറിന് KCBയിൽ പൈസ അടയ്ക്കാൻ വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടി കസ്റ്റമർ വേണ്ടല്ല, എല്ലാം നമ്മുടെ കോസ്റ്റിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ, അതായത് നമുക്ക് ഒരു ദിവസം എത്രത്തോളം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്, എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ലാഭം കിട്ടി, ഇതെല്ലാം ഒരു മൊബൈൽ ആപ്പ് വഴി നമുക്ക് അറിയാൻ പറ്റും. അതും ബാക്കി നമ്മുടെ ഈ പറയുന്നത് പോലെ ഇലക്ട്രിക് വെഹിക്കിളും ചാർജ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? അങ്ങനെയാണെന്ന് താഴോട്ട് പോകാം. അപ്പം ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ നേരിട്ട് സാറിനെ വിളിക്കുക. സാറ് വിളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് പോകും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ മേളിൽ ഇതാകണ്ടോ ആ വീട്, അതായത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സോളാറിൻ്റെ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ആകെ കാണാനുള്ളത് ആ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ മാത്രമാണ്. അത്രയും നീറ്റായിട്ട് അത് പ്ലേസ് ചെയ്യേണ്ടടുത്ത് അതേപോലെ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ സാറിൻ്റെ ഏതറും അതേപോലെ തന്നെ നമ്മുടെ ടാറ്റയുടെ നമ്മുടെ ഈ ഇലക്ട്രിക് വെഹിക്കിളും എല്ലാം 1 രൂപ പോലും പൈസ നമുക്ക് വേണ്ട. പെട്രോൾ ഫ്രീ ആയിട്ടല്ലേ? അതായത് നമ്മുടെ ഈ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക്
ഇലക്ട്രിസിറ്റി 1 രൂപ പോലും വരുന്നില്ല അല്ലേ? അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ബെനിഫിറ്റും എത്ര രൂപ യൂണിറ്റിനൊക്കെ ആവുന്നതെന്നുള്ള ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. അപ്പം നമ്മുടെ സോളാറിൻ്റെ എല്ലാ എൻക്വയറിക്കും നമുക്ക് ധൈര്യമായിട്ട് വിളിച്ചു. അതേപോലെ തന്നെ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറിൻ്റെ ഒരു ബന്ധു വന്നിട്ടുണ്ടായിരുന്നു. സാറ് ഒന്ന് പരിചയപ്പെടുത്താവോ? എന്താ പേര്? ബ്രഹ്മാനന്ദൻ. അപ്പം ഞങ്ങൾ ഇവിടെ ജസ്റ്റ് അത് വീഡിയോ എടുത്തില്ല എങ്കിൽ തന്നെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിവിടെ പറഞ്ഞു നമ്മളിവിടെ സോളാർ വയ്ക്കുമ്പോൾ നമുക്ക് ഹിഡൻ ചാർജസ് ഒക്കെ പാബ്രോ, അതായത് നമുക്ക് ഹിഡൻ ചാർജസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതായത് 2,20,000 രൂപയ്ക്ക് നമ്മുടെ സ്ട്രക്ചറും കാര്യങ്ങളും ബാക്കി എല്ലാം ഇൻക്ലൂഡ്, 1 രൂപ എക്സ്ട്രാ നമ്മുടെ കസ്റ്റമർ വാങ്ങിക്കത്തില്ല. സാർ ഇപ്പം ചെയ്തപ്പോഴത്തേക്ക് സാറിന് എന്താണ്ട് ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞ് 1,20,000 ആയി. പിന്നെ സംഗതികൾ പിന്നെ പൈസ അടയ്ക്കേണ്ടി വന്നു ഇല്ലേ? അത് വേറെ ഒന്നുമല്ല, ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ബ്രാൻഡിനാണ്. നമ്മൾ വേറെ ബ്രാൻഡിനെ ഒന്നും പറയുന്നില്ല. സാറിന് ഒരു മോശം അനുഭവം ഉണ്ടായി. ഇനി എന്തെങ്കിലും നമ്മൾ അവാൻസ ഫ്യൂച്ചർ സോളാർ എനർജി സൊല്യൂഷൻസ് ഉണ്ട്. ധൈര്യമായിട്ട് നമ്മുടെ സുഗർൺ സാറ് പറയുന്നത്, സുഗർൺ സാറ് നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്ന കാര്യം. അപ്പം നമുക്കൊരു ഹിഡൻ ചാർജസും വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീടുകളുടെ ഈ ഒരു സോളാറിൻ്റെ എക്സിക്യൂഷനും നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ദൂരെയുള്ള ആരെങ്കിലും വിളിച്ചാൽ അവർ ദേ വിൽ ഗോ. പിന്നെ നമ്മൾ അവരെ കാണുന്നില്ല. ഇവർ ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇതെല്ലാം സർവീസും തരാം. ഇവർ തന്നെ ഇന്നാൾക്ക് വന്ന് അത് സ്റ്റക്കായി എന്നും പറഞ്ഞ് ഇവർ ടെക്നീഷ്യൻസ് അവരെല്ലാവരും കൂടെ വന്ന് അത് നോക്കി വിളിച്ച് എന്താ ആക്ച്വലി ഇതിനടുത്ത് ഈ വീട്ടിന് തൊട്ടപ്പോൾ തന്നെ വീട് സോളാർ വെച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി 2 സ്ഥലത്തും കൊടുക്കുമ്പോൾ വോൾട്ടേജ് കുറച്ച് ഗ്രിഡിൽ കുറച്ച് അധികം വന്നിട്ട് ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിന് പറഞ്ഞില്ല അത് ട്രിപ്പ് ആവുന്നുള്ള കാര്യം. പീക്ക് ടൈം, ഉച്ചയ്ക്ക് പീക്ക് ടൈമിൽ ഇത് കട്ടായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളൊരു ദിവസം ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരുന്ന സാറാണ് നിങ്ങൾ എന്തിനു വന്നാന്ന് ചോദിച്ചു. ഇതിങ്ങനെ സംഭവം ഉണ്ട്, അതുകൊണ്ട് വന്ന് ചെയ്യുകയാണെന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആപ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. ഇതിപ്പോൾ ഒരു ലെങ്ത് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏതറും ടാറ്റ ടിയാഗോ EV ഫ്രീ ആയിട്ട് പോവുകയാണ്, 1 രൂപ പോലും പെട്രോൾ ചിലവില്ലാതെ. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടല്ലോ ആ ഫൂട്ടേജിൻ്റെ അകത്ത് ഞാൻ വീട്ടിനകത്തുള്ള 2 ഫ്രിഡ്ജായിരിക്കുന്ന 4 ഡോറും ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. അതേപോലെ 4 AC സ്ട്രെച്ചിലിരിക്കുന്ന 4 4 ഡോറിൻ്റെ 2 ഫ്രിഡ്ജായിരിക്കുന്ന, അതേപോലെ തന്നെ 4 AC ഈ ഇലക്ട്രിക് ഇനി കാണിക്കാനൊന്നുമില്ല. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് ഇവിടെ എത്രത്തോളം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനുള്ള ഉദാഹരണം മൊത്തം കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ മോട്ടർ അത് നമ്മൾ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. മോട്ടറൊക്കെ നല്ല രീതിയിൽ കറണ്ട് ചാർജ് വരുന്നതല്ലേ, പിന്നെ അതെല്ലാം നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റേ പ്രഷർ പമ്പ് ഉണ്ട്, മറ്റേ പ്രഷർ പമ്പ് ഉണ്ട്, പിന്നെ വണ്ടികളുടെ വാഷ് ചെയ്യുന്നതിന്റെ വാക്യൂം മെഷീൻസ് ഒരുപാടുണ്ട്. 2-3 വാക്യൂം മെഷീൻ ഉണ്ട്, യൂസ് ചെയ്യും. അപ്പോൾ സാറിന് എന്തുകൊണ്ടും ഇതൊരു ലാഭം തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു നല്ലൊരു കണ്ടന്റുമായിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു EV എങ്ങനെ ലാഭകരമാക്കാം, അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലൊക്കെ എത്ര യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര വർഷം കൊണ്ട് അത് ലാഭത്തിലോട്ട് പോകാം എന്നുള്ളതിൻ്റെയൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽസും നമ്മുടെ ആപ്ലിക്കേഷൻസിൽ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നതെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിക്കാം. അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. 2025 സാറേ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ സാർ, എന്തൊക്കെയായാലും നമ്മുടെ വീഡിയോയ്ക്ക് ആണെങ്കിലും നല്ല രീതിയിൽ ജെന്യൂനായിട്ട് നല്ല സന്തോഷത്തോടെ സഹകരിച്ച് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും സാറിൻ്റെ ആ ഒരു റിവ്യൂ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലും എൻ്റെ പേരിൽ ഒരു നന്ദി പറയുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.